വെൽക്കം ബാക്ക് ടു SRFabs. ഞാൻ എൽസ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ ദുപ്പട്ട കോട്ടാഡോറിയ വരുന്ന സെറ്റ്സ് ആണ്. ടോപ്പും ബോട്ടവും കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ട് ദുപ്പട്ട മാത്രം കോട്ടാഡോറിയ. നമ്മൾ ലാസ്റ്റ് ഡേയിൽ ഇട്ടിരുന്നു കോട്ടാഡോറിയ ഫുൾ സെറ്റിന്റെ സ്യൂട്ട് സെറ്റ്സ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കോട്ടയുടെ ചെയ്യുന്ന നിർത്തുവാണ്. നിർത്തുക മീൻസ് കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഇനി എടുക്കുള്ളൂ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ കോട്ടൻ്റെ കുറച്ച് വീഡിയോസിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളക്ഷനോട് കൂടിയിട്ട് കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കും നമുക്കിനി കോട്ടൻ്റെ സ്യൂട്ട്സും ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ലാസ്റ്റ് ദിവസത്തെയൊക്കെ കോട്ടയുടെ കളക്ഷൻസ് ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് തന്നെ അവർ പറഞ്ഞവരുണ്ട്, നിർത്തരുത് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, ഇത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, നിർത്തരുതെന്നൊക്കെ. പക്ഷെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കും ഇനി ഈ ടൈപ്പ് സെറ്റ്സ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുന്ന, റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ വീഡിയോ വഴി അല്ലാതെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ സെറ്റ്സ് ആണ്. ഇതും നമ്മളിനി കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കും കാണുള്ളൂ. ഞാൻ നോക്കാം, കാരണം എനിക്കിത് കാണുമ്പോൾ എടുക്കാൻ തോന്നും, കാരണം അത്രയും ഭംഗിയുള്ള സെറ്റ്സ് ആണ് എല്ലാ കളേഴ്സ് ആണെങ്കിലും കളർ കോമ്പിനേഷൻസും പ്രിന്റ്സും എല്ലാം കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നും. അങ്ങനത്തെ ടൈപ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ എടുത്തു പോകും. അതാണ് ഇത്രയും വീഡിയോസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഭവം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുമാത്രം ഡിമാൻഡ് ആ സാധനത്തിനുണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ട് പോയിട്ടോ. അപ്പൊ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കും നമുക്ക് ഇനി ഈ സെയിം ഐറ്റംസ് വരാം. ഞാൻ ട്രൈ ചെയ്യാം, മറ്റ് മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് 1-2 പീസസ് ഒക്കെ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റീസ്റ്റോക്ഡ് ആയിട്ടുള്ള ഐറ്റം എന്ന് കാണാം. ഇതിൻ്റെ എത്ര പീസ് ഞാൻ ചെയ്തെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കളറും നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് കേട്ടോ. ഇത് കറക്റ്റ് ഈ കളർ തന്നെയാണ്. വയലറ്റ്, നല്ല ഡാർക്ക് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡിലേക്ക് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് കാണിക്കാം. ഇങ്ങനെ വരുന്നു ടോപ്പ്. ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടാഡോറിയ ഫാബ്രിക്കിൽ സെയിം കളറിൽ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നു. വയലറ്റ് ഷെയ്ഡ് തന്നെയാണ്. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഇങ്ങനത്തെ ഗോൾഡൻ ചെറി വർക്കും പോകുന്നുണ്ട്, ഒരു ബോർഡർ പോലെ പോകുന്നുണ്ട്. ടാസൽസും കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ്. എല്ലാത്തിൻ്റെയും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ദുപ്പട്ടയിലെ പ്രിന്റ് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ളൊരു സെറ്റാട്ടോ. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെ വരുന്നു. ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ജാർ ഡിസൈൻ പോലത്തെ പ്രിന്റ് ആണ്. പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1350. അടുത്ത വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മാംഗോ യെല്ലോ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പക്ഷെ തിന്നല്ല, നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് ലൈറ്റ് ഷെയ്ഡിലുള്ള യെല്ലോ കളറിൽ തന്നെയുള്ള പ്രിന്റുകൾ പോകുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് കേട്ടോ. നല്ലൊരു കളറുമാണ്, എല്ലാ സ്കിൻ ടോൺസിനും ചേരുന്ന കളറുമാണ്. ബോട്ടം വരുന്നത് ഈ കോട്ടണിൽ ഇങ്ങനെയാണ് ബോട്ടത്തിലെ പ്രിന്റ് വരുന്നത്. സെയിം കളറിൽ തന്നെ, സിംഗിൾ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത്. സെയിം കളർ തന്നെയാണ് ഫുള്ള്. ദുപ്പട്ട വരുന്നത് സെയിം ആ മാംഗോ യെല്ലോ ഷെയ്ഡിലേക്ക് തന്നെ ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള കോട്ടാഡോറിയ ദുപ്പട്ട. ഇതും റീസ്റ്റോക്ക് തന്നെയാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു റിക്വസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. 1350. ഒരു ഓറഞ്ചിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഒരു റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ്. ഒരു ബ്രിക്ക് റെഡ് അല്ല, പക്ഷെ ബ്രിക്ക് റെഡിലായിട്ടൊരു റെഡാണ് കൂടുതൽ നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു കളറാണ്. ബാക്കിലും ഫ്രണ്ടിലും എല്ലാം ഓൾ ഓവർ ഇങ്ങനത്തെ പ്രിന്റ് വരുന്നു. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു കോട്ടാഡോറിയ, സോഫ്റ്റ് കോട്ടാഡോറിയ ഫാബ്രിക്കിൽ സെയിം കളറിൽ തന്നെ വരുന്നു.
ഇങ്ങനെയാണ് ദുപ്പട്ട. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എപ്പോഴും കാണിക്കുന്നതല്ലേ. ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ഇതാണ് പ്രിന്റ്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1350. അടുത്ത വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ, ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ഒരു ഈ കളറിന് എന്താ പറയണ, ഒരു രാമ ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ഉണ്ടല്ലോ, ഒരു ഓഷ്യൻ ഗ്രീൻ, അങ്ങനത്തെ ഒരു കളറാണ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ, നമ്മൾ കുറച്ചുകൂടി അടുത്തായിട്ട് കാണിക്കാം. നമ്മൾ എന്തോരം ട്രൈ ചെയ്താലും എന്താ ചെറിയൊരു കളറിന്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് വരും. നമ്മൾ എക്സ്ട്രാ ലൈറ്റിങ്ങോ അങ്ങനെയൊന്നും ചെയ്തിട്ടല്ല. അതായത് കണ്ടോ, ഇത് ജസ്റ്റ് റൂമിലെ ലൈറ്റിലാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുള്ള പ്രിന്റ്, നല്ല കളറാട്ടോ, ധൈര്യമായിട്ട് എടുത്തോ, നല്ല കളറാണ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് വീഡിയോ കാണുന്നതിനേക്കാളും. ഇതൊരു ഗ്രീൻ ആണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ, നല്ല ഭംഗിയുള്ള സെറ്റാട്ടോ, നല്ലൊരു കളർ, നല്ല തെളിഞ്ഞ കളറും. ഇങ്ങനെയാണ് ദുപ്പട്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടാഡോറിയ ദുപ്പട്ട. ഇങ്ങനെ വരുന്നു. ബോട്ടം വരുന്നതും സെയിം കളറിൽ തന്നെയാണ്. അത് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ബോട്ടമിൽ ഇതാണ് ബോട്ടം പ്രിന്റ്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. 1350. റെഡ് ആണ് ബേസ് കളർ വരുന്നത്. റെഡ് കളറിലേക്ക് ഇതാ ഇങ്ങനെ ലാവൻഡർ, ഒരു ഡാർക്ക് ഒരു ലാവൻഡറും അതുപോലെ ലൈറ്റ് ഒരു പീച്ച് ആ കളറിലൊക്കെ വരുന്ന, വൈറ്റ് കളറിലും ഒക്കെ വരുന്ന പ്രിന്റുകളാണ് പോകുന്നത്. ക്ലോസ് ആയിട്ട് കാണിക്കാം, പ്രിന്റ് ക്ലിയർ ആവാത്തവർക്ക് ഇങ്ങനെ പോലെ. സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട്. ഈ ബോർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിന്റെ ഒരു ഇത് കണ്ടോ, ഈ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ എടുത്ത് ഇങ്ങനെ നെക്കിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ബാക്കിലും ഫ്രണ്ടിലും പ്രിന്റാണ് വരുന്നത്. നല്ല രസമുള്ളൊരു, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ദുപ്പട്ട വരുന്നത് സെയിം ആ ഒരു പ്രിന്റിങ്ങിൽ തന്നെ വരുന്നു. നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു, നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുള്ളൊരു കോട്ടാഡോറിയ ദുപ്പട്ടയും. ബോട്ടം വരുന്നത് വൈറ്റ് കളറിൽ പീച്ച് ആൻഡ് ഒരു ഈ ലാവൻഡറിന്റെ തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലൊക്കെ വരുന്ന ബോട്ടം പ്രിന്റിലാണ്. ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ആരും കാണിക്കില്ല കേട്ടോ. നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ട് പ്രിന്റ് ഒക്കെ കാണിക്കുന്നത്, ഇത്രയും ഡീറ്റെയിൽ നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണ്. പക്ഷെ പ്രിന്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇതായിട്ട് കാണിക്കുന്നത് കേട്ടോ. 1350. അടുത്ത വരുന്നത് നല്ല രസമുള്ള ഒരു കോഫി ബ്രൗൺ, ഒരു ഡാർക്ക് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്ക് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിൽ സൈഡിലായിട്ട് ഇതാ ഇങ്ങനെയാണ് ബോർഡർ വരുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ഫ്രണ്ടിലും ബാക്കിലും പ്രിന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറ്, നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു ഷെയ്ഡാണ്. നമ്മളെപ്പോഴും പേസ്റ്റൽ ഷെയ്ഡ്സും അങ്ങനെയൊക്കെ അല്ലേ കാണുന്നത്. ഡാർക്കിൽ ആ വയലറ്റ് പോലെ തന്നെ ഡിമാൻഡിങ് ആകാൻ പോകുന്ന ഒരു മെറ്റീരിയൽ ആയത് എനിക്കറിയാം. അത്രയും രസമുണ്ട് ഇത് കാണാൻ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെയിം കളറിൽ. ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ, കോഫി ബ്രൗൺ കളറിൽ. ഇതാ ഇങ്ങനെ ഒരു ചെറിയ പ്രിന്റാണ് കേട്ടോ, ലൈറ്റ് ഒരു ഷെയ്ഡിലുള്ള പ്രിന്റാണ് വരുന്നത്. ചെറിയ പ്രിന്റാണ്, കുഞ്ഞു പ്രിന്റാണ്. ഇങ്ങനെയാണ് ഇതാ ഫുൾ സെറ്റിന്റെ ലുക്ക്. ഏത് ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറും, നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലിങ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1350. നെക്സ്റ്റ് ഒരു മജന്ത ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മജന്ത, ഡാർക്ക് മജന്ത അല്ല കേട്ടോ, ലൈറ്റ് മജന്തയാണ്. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു പ്രിന്റ്. സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ്. ബാക്കിൽ ഇതാ ഇങ്ങനെ വരുന്നു. ഓൾ ഓവർ പ്രിന്റ് ആണ് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളർ, ഭയങ്കര ബ്രൈറ്റ് അല്ല, ഒരു ഡസ്റ്റി മജന്ത ആ ഒരു ടോൺ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്നു. ഇങ്ങനെ ആയിരുന്നു ദുപ്പട്ട.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടാഡോറിയ ഫാബ്രിക്കിൽ. ഇങ്ങനെയാണ് നല്ല രസമുള്ള ഒരു കളർ കേട്ടോ. നല്ല നമ്മൾ ഈ പ്രാവശ്യത്തെ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ്. നമ്മളെപ്പോഴും കാണുന്ന റെഡും അങ്ങനത്തെ അല്ലാണ്ട് ഇതാ ഇങ്ങനെയാണ്. ബോട്ടം ഫാബ്രിക് ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് പോകുന്നു. സെയിം കളറിൽ തന്നെ സിംഗിൾ കളറാണ്. പ്രൈസ് വരുന്നത് 1350. അടുത്തതൊരു മറൂൺ ഷെയ്ഡാണ്. ഒരു റെഡിഷ് മറൂൺ അല്ല കേട്ടോ, കറക്റ്റ് ബ്രൗണിൻ്റെ ഒരു ഡാർക്ക് മറൂൺ ഉണ്ടല്ലോ, നമ്മൾ ഈ നെയിൽ പോളിഷിലൊക്കെ കാണുന്ന ഒരു ബ്രൗൺ ഉണ്ടല്ലോ, ആ ഒരു കളറാണ്. അതിലേക്ക് ഇതാ ബേജ് കളറിലുള്ള പ്രിന്റ് വരുന്നു. ഇങ്ങനെയാണ് പ്രിന്റ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ, ചെറിയ പ്രിന്റ് ആണ്, ഒരുപാട് വലുതല്ല. ബാക്കിലും പ്രിന്റ് ആണ്. ഇതാ സൈഡിലായിട്ട് ഇങ്ങനൊരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളേഴ്സ്, നല്ല വെറൈറ്റി കളേഴ്സ് ആയി പ്രാവശ്യം ഞാൻ എല്ലാം എടുത്തേക്കുന്നത്. കഴിഞ്ഞ കോട്ടാഡോറിയ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് അല്ല, കുറച്ച് ഗ്യാപ്പിന് ശേഷം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അന്നും നമ്മൾ അടിപൊളി കളേഴ്സും ഒക്കെ ആയിരുന്നു. ഇന്നും ഇപ്പതേ ലാസ്റ്റ് കുറച്ചൊരു ഗ്യാപ്പ് ഇടാൻ പോകുന്നൊരു മെറ്റീരിയൽസിന് അടിപൊളി വെറൈറ്റി കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം നിർത്തോട്ടോ. ദുപ്പട്ട അതെ കോട്ടാഡോറിയ ഫാബ്രിക്കിൽ ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ദുപ്പട്ട. സോഫ്റ്റ് കോട്ടാഡോറിയ ഫാബ്രിക് ആണ്. ബോട്ടം വരുന്നത് സെയിം കളറിൽ ഇങ്ങനെ വരുന്നു. ബേജ് കളറിലുള്ള പ്രിന്റ്, കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1350. നെക്സ്റ്റ് വരുന്നത് ഒരു മിൽക്കി വൈറ്റ് ആണ്. നല്ലൊരു മിൽക്കി വൈറ്റ് കളറിലേക്ക് ഇതാ ബ്ലൂ ആൻഡ് പിങ്ക്, വൈറ്റ് ബ്ലൂ ആൻഡ് പിങ്ക് അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അതെ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. നല്ലൊരു വൈറ്റ് ആട്ടോ, നീലം വൈറ്റ് നല്ല മിൽക്കി വൈറ്റ് ആണ്. ഇതാ ഇങ്ങനെ വരുന്നു. സൈഡിലായിട്ട് ബോർഡർ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബാക്കിലും പ്രിന്റ് വരുന്നു. ദുപ്പട്ട വരുന്നത് വൈറ്റ് കളറിൽ തന്നെ പിങ്ക് ആൻഡ് ബ്ലൂ കളറിലുള്ള പ്രിന്റ് വരും. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ളൊരു സെറ്റ് ആട്ടോ, നല്ലൊരു സ്റ്റാൻഡേർഡ് പീസാണ് വൈറ്റ്. ഇത് ഈ പറഞ്ഞ എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. ദുപ്പട്ടയുടെ അടിയിലൊക്കെ കണ്ടോ പ്രിന്റ് കണ്ടോ, നല്ല രസമുള്ള പ്രിന്റും അതുകൊണ്ട് ഇങ്ങനത്തെ ടാസിൽസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ടാസിൽസ് വരുന്നത്. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. വൈറ്റ് കളറിൽ ഇതാ പിങ്ക് കളറിലുള്ള പ്രിന്റ്, ലൈറ്റ് ബേബി പിങ്ക് ഉണ്ടല്ലോ, ആ ഒരു പിങ്ക് ആണ്. ആ കളറിൽ വരുന്ന പ്രിന്റ് ആണ്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. നല്ല രസം കേട്ടോ കാണാൻ. വരുന്ന ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ്. ഇനി കാണിക്കുന്ന എല്ലാം റീസ്റ്റോക്ക് ഐറ്റംസ് ആണ് കേട്ടോ. നമുക്ക് ഈ റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന ഈ ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ വരുന്നുണ്ട്. ആരൊക്കെയാ പറഞ്ഞേക്കണേ, നമുക്ക് ചിലരൊക്കെ പേരും ഇതൊക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെയുള്ളവർ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. പിന്നെ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട് റീസ്റ്റോക്ക് ചെയ്ത് കഴിയുമ്പോൾ, അന്നേരം കോൺടാക്ട് ചെയ്യും. പക്ഷെ എല്ലാവരുടെയും ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്തൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് ചോദിച്ചിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ചുമ്മാ പോകുന്നവരുണ്ടല്ലോ, അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ലല്ലോ സേവ് ചെയ്ത് വെക്കാനുള്ള നമ്പർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ റീസ്റ്റോക്ക് ഐറ്റംസ് കൊണ്ട് കാണിക്കുന്നത് കേട്ടോ. ഇത് വരുന്ന ഒരു വയലറ്റ്, ലാസ്റ്റ് ടൈം ഒരുപാട് പേര് ചോദിച്ചു വന്നൊരു മെറ്റീരിയലാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം തീരാറായി. ഇനി ഒരു കുറച്ച് പീസും കൂടെ ഉള്ളൂ. കാരണം വന്നപ്പോൾ തന്നെ റീസ്റ്റോക്ക് വന്ന് ചോദിച്ചവരൊക്കെ നമ്മൾ തീർന്നതാണ് മെറ്റീരിയൽ. അതെങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. വൈറ്റ് കളറിലും ഒരു ഡസ്റ്റി വൈലറ്റ് കളറിലുള്ള പ്രിന്റാണ് വരുന്നത്. ബേസ് കളർ വരുന്നത് വയലറ്റ് ആണ് കേട്ടോ, നല്ലൊരു വയലറ്റ് കളറാണ്. ബോട്ടം വരുന്നത് ഇതാ നല്ല ഭംഗിയുള്ള പ്രിന്റ്. ബോട്ടം ഇങ്ങനെ വരുന്നു ബോട്ടം പ്രിന്റ്. ബോട്ടമിൻ്റെ എൻഡിലും ഇങ്ങനത്തെ ഒരു ബോർഡറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പെൻസിൽ പാരലൽ പാൻസ് അടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ബോർഡറായിട്ടൊക്കെ കൊടുക്കാം. ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടാഡോറിയ ഫാബ്രിക്. ഭയങ്കര സ്റ്റിഫായിട്ടുള്ള കോട്ടയൊന്നും അല്ല കേട്ടോ. ചില മെറ്റീരിയൽസ് സ്റ്റിഫായിരിക്കും, ചില പീസിൻ്റെ, ചിലത് ഭയങ്കര സോഫ്റ്റ് ആണ്. കണ്ടോ, ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്നതാണ്. നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റാർച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സ്റ്റാർച്ച് ഒരു ഇതിൽ സ്റ്റിഫ്നെസ്സിൽ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നെക്സ്റ്റ് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല, ഗ്രീനിൻ്റെ തന്നെ ഒരു കളറാണ്. ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ഗ്രീൻ കളറിലേക്ക് ബേജ് കളറിലുള്ള ജാൽ ഡിസൈൻ പോലെ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. ബ്ലാക്കും ബേജും കളറിൽ. ബാക്കിലും
ഓൾ ഓവർ പ്രിൻ്റാണ്. ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത്, നല്ലൊരു പ്രിൻറ്റും അതിൻ്റെ കളർ കോമ്പിനേഷൻസും കണ്ടോ. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്, ബേജ് കളറിൽ ബ്ലാക്ക് കളറിലുള്ള പ്രിൻറ്റ് ഇങ്ങനെ വരുന്നു. സൈഡിലായിട്ട് ഇങ്ങനെയാണ് ബോർഡർ വരുന്നത്. ദുപ്പട്ട വരുന്നത് ഒരു ബേജ് കളറാണ്, അല്ലെങ്കിൽ ഒരു യെല്ലോയുടെ മിക്സും കൂടെ ഉണ്ട്. ആ സൈഡിലെ ബോർഡറിൻ്റെ ആണത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇതും റീസ്റ്റോക്ഡ് ആയിട്ടാണ്. ഇനി നമ്മൾ കാണിക്കുന്ന എല്ലാം റീസ്റ്റോക്ഡ് ആണ് കേട്ടോ. ഇത് വരുന്നത് ടീൽ ബ്ലൂ ആണ്. ടീൽ ബ്ലൂ കളറിലേക്ക് ഇതെങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ചെറിയ നല്ല രസമുള്ള പ്രിന്റ്, ഓലയുടെ ഒക്കെ പ്രിന്റ് പോലത്തെ അങ്ങനത്തെ നല്ല നൈസായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റും കളേഴ്സും എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഭംഗി നല്ല രസമുണ്ട്. ഇത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്, സെയിം കളറിൽ വരുന്നു. ബോട്ടം കോട്ടൺ ഫാബ്രിക്കിൽ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. എല്ലാം സിംഗിൾ ആയിട്ട്, സിംഗിൾ കളറിലും സിംഗിൾ ആ ഒരു എന്താണ് ഇങ്ങനെ ബോട്ടം എടുത്ത് നിൽക്കുമോ ദുപ്പട്ട എടുത്ത് നോക്കുക അങ്ങനെയൊന്നുമില്ല. സിംഗിൾ കളറിൽ തന്നെ നല്ല രസമായിട്ട് നിൽക്കും. നെക്സ്റ്റ് ഈ ഒരു റെഡ് ആണ്. റെഡിന്റെ ടോപ്പ് ഇങ്ങനെ വലിയ ലീഫിന്റെ ഡിസൈൻ വരുന്നു. ഇത് ആരൊക്കെയാ ചോദിച്ചിട്ട് പോയത് ഞാൻ മറന്നു പോയിട്ടോ. അത് വേഗം തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. നമ്മളെല്ലാവരെയും ഓർത്തിരിക്കുന്നില്ല, അതുകൊണ്ടാണ്. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ദുപ്പട്ട ബോട്ടമിന്റെയും ടോപ്പിന്റെയും പ്രിന്റ് സെയിം തന്നെ മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഫുൾസിന്റെ ലുക്ക്. അടുത്ത വരുന്നത് ഒരു വയലറ്റ് തന്നെയാണ്, പക്ഷെ ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു വയലറ്റ് ആണ്. ആദ്യം കാണിച്ച രണ്ട് വയലറ്റ് ഉണ്ടല്ലോ, അതുപോലത്തെ ബ്രൈറ്റ് വയലറ്റ് അല്ല. ഇതിനകത്തോട്ട് ഒരു നേവി ബ്ലൂ, ഒരു ബ്ലൂവിന്റെ ഒരു മിക്സും കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് കളർ വരുന്നത്. സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനിൽ സ്ട്രൈപ്സ് പോലെയാണ് ഡിസൈൻ പോകുന്നത്. ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ കണ്ടോ. ദുപ്പട്ടയുടെ കളർ കണ്ടോ, ഒരു ബ്ലൂ ആണ് നിൽക്കുന്നത്. വയലറ്റും ബ്ലൂവും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കളറാണ്. ഇങ്ങനെ വരുന്ന ദുപ്പട്ട. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ബോട്ടം പ്രിന്റ് വരുന്നത്. സെയിം കളറിൽ തന്നെ പ്രിന്റ് ഇങ്ങനെ വരുന്നു. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ബോട്ടം ഇരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. പ്രൈസ് വരുന്നത് 1350. അടുത്ത വരുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ. ഇത് നമ്മളെപ്പോഴും ലാസ്റ്റ് ടൈമും ചെയ്തതാണ്. എന്തോരം പേരാണ് ഈ ഒരു ടൈപ്പ്. നമ്മൾ കോട്ടയിൽ ഈ ഒരു കളർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു ഓറഞ്ചിൻ്റെ ഒരു ഡാർക്ക് ഒരു ഓറഞ്ച്. നമ്മൾ ഈ മഞ്ഞയ്ക്കൊക്കെ പറയില്ലേ, ഒരു തീമഞ്ഞാന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഓറഞ്ച് ആട്ടൊക്കെ. തീയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഓറഞ്ച് അല്ലേ, അങ്ങനത്തെ ഒരു ഓറഞ്ചാണിത്. ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ഇതാണ് ബോട്ടം പ്രിന്റ്. നല്ല രസമുള്ള ബോട്ടമിന്റെ പ്രിന്റ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതെ. ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ കോട്ടാഡോറിയ. ഇങ്ങനെയാണ് ദുപ്പട്ട. 1350. അടുത്ത വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു ടീൽ ബ്ലൂ ഉണ്ടല്ലോ, ടീൽ ബ്ലൂവിന്റെ കുറച്ച് അതും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ടീൽ ബ്ലൂ ആണ്, ഡാർക്ക് ഒരു ടീൽ ബ്ലൂ. ഇങ്ങനെ വരുന്നു. നല്ലൊരു പ്രിന്റും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റും ആണ് വന്നേക്കുന്നത്. ബാക്കിൽ ഇങ്ങനെ വരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ലൊരു കളർ, നല്ല ബ്രൈറ്റ് ഒരു കളറാണ്. ഇതൊക്കെ കിട്ടിയവർ, ഇതിന് മുന്നേ കിട്ടിയവരൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതാ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. നല്ല രസമുള്ള ഒരു സെറ്റാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. ബോട്ടം വരുന്നത് ഇതാണ്, ടീൽ ബ്ലൂ കളറിൽ തന്നെ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. 1350. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിലെ ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. റണ്ണിങ് ഫാബ്രിക്സിന്റെ അടിപൊളി കളക്ഷൻസ് നമുക്ക് കമ്മിങ് ഡേയ്സിൽ വരുന്നുണ്ട്.
ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നു റണ്ണിങ് ഫാബ്രിക്സ് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ 1-2 വീഡിയോസ് ഉണ്ടാവും നമുക്ക് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ. അതുപോലെ തന്നെ മൊഡാൾ സിൽക്കിൻ്റെ സെറ്റുകൾ എല്ലാം റിക്വസ്റ്റ് ഞാനെല്ലാം കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇസാ ഫാബ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നത്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.